കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തോരാതെ പെയ്യുന്ന മഴ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും പുതുച്ചേരിയിലും ദുരിതം സമ്മാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ നാശമാണ് ഫിൻജാൻ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ചത്. മഴക്കെടുതിയിൽ നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 2400-ലധികം കുടിലുകളും 721 വീടുകളും നശിക്കുകയും ചെയ്തു. ഇതോടൊപ്പം 2 ലക്ഷത്തിലധികം ഹെക്ടർ കാർഷിക ഭൂമിയും വെള്ളത്തിൽ മുങ്ങി. 9500 കിലോമീറ്റർ റോഡുകൾ, 1847 പാലങ്ങൾ, 417 ടാങ്കുകൾ, 1649 കിലോമീറ്റർ വൈദ്യുതി കേബിളുകൾ, 23664 വൈദ്യുതി പോസ്റ്റുകൾ, 997 ട്രാൻസ്ഫോമറുകൾ, 4200 അങ്കണവാടി കേന്ദ്രങ്ങൾ, 205 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, 5936 സ്കൂൾ കെട്ടിടങ്ങൾ, 381 കമ്മ്യൂണിറ്റി ഹാളുകൾ, 623 വെള്ളവിതരണ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം നശിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സഹായം ഉറപ്പു നൽകി. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഫോണിൽ വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര സഹായം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയത്. തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ 2000 കോടി രൂപയുടെ സഹായം വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി സ്റ്റാലിനെ നേരിട്ട് വിളിച്ച് സഹായം ഉറപ്പു നൽകിയത്. അതേസമയം ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കോയമ്പത്തൂർ, നീലഗിരി, ദിണ്ടിക്കൽ, തേനി അടക്കം 15 ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വിഴുപ്പുറം, കടലൂർ, കൃഷ്ണഗിരി, തിരുവണ്ണാമലൈ ജില്ലകളിൽ NDRFന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.